ബഹുമാനപ്പെട്ട ലഖ്മി തങ്ങൾ പറയുന്നു, ഞാൻ മുത്തു റസൂലുള്ളാഹിനെ കണ്ടു. അള്ളാഹു അവിടത്തെ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ കാണുന്നത്, മഹാന്മാരെ കാണുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇത് പറയാനായി ഇമാം ഖസലാനി തങ്ങൾ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥം 3 വാള്യമുള്ള മുത്തുനബിയുടെ മദ്ഹിന്റെ കിതാബ, അതിന്റെ തുടക്കത്തിൽ ഒരു ബാബു തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലിൽ മറാഇൽ മനാമിയ ഇഅ്തിബാറൻ അളീമൻ ഫീ നദരി ശർഇ ശരീഫ്. മഹത്തായ ശർഇന്റെ കണ്ണിൽ അള്ളാഹുവിന്റെ റസൂലിനെയും മഹാന്മാരെയും ഒക്കെ കാണുന്നതിന് വലിയ പരിഗണനയുണ്ട്. ബിഖിലാഫി മാ യഖൂലുൽ ജുഹാലു മിൻ അഹ്ലിൽ ബിദ്അ വല്ലലാൽ. ജാഹിലീങ്ങളും പേച്ചവരുമാണ് അതിനെ നിഷേധിക്കുക. അത് ശരിയല്ല. ഇസ്ലാം അതിന് വലിയ സ്ഥാനം കണക്കാക്കുന്നുണ്ട്. അപ്പോ ലഖ്മി തങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടു. അങ്ങനെ കണ്ടിട്ട് ലഖ്മി തങ്ങൾ പറഞ്ഞ, ഞാൻ മുത്തുനബിന്റെ കൂടെ ഒന്ന് തവാഫ് ചെയ്തു. മുത്തുനബിന്റെ കൂടെ ഒന്ന് നിസ്കരിക്കുന്നത് കണ്ടാൽ, ഒന്ന് മുത്തുനബിന്റെ കൂടെ ഒരു ഇബാദത്ത് എടുക്കുന്നത് കണ്ടാൽ, ആ മനുഷ്യന് നിനക്ക് ഇഖ്ലാസ് അല്ലാഹു തന്നിട്ടുണ്ട്, ഖബൂല് തന്നിട്ടുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ്. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. അത് വലിയൊരു തബ്ശീറായി ഞാൻ പറയുകയല്ല. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വഫാത്തിന്റെ മാസാണല്ലോ. ഉസ്താദ് മുത്തുനബിയെ 2 വട്ടം കണ്ടതായി എനിക്കറിയാം. അതിലൊന്ന് റസൂലുള്ളാഹിനെ തുടർന്ന് നിസ്കരിക്കുന്നതാ കണ്ടത്. വലിയ അംഗീകാരമല്ലേ അത്? അള്ളാഹുവിന്റെ റസൂലിനെ തുടർന്ന് നിസ്കരിക്കുന്നതായി കണ്ടാൽ വലിയൊരു കബൂലാണത്. ഇന്നെ സ്വീകരിക്കപ്പെടുന്ന ആളിൽ പെടുത്തിയിരിക്കുന്നു എന്നൊരു സൂചനയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി വെറുതെ ഒന്ന് കണ്ടാൽ ആ മുഖത്തിന്റെ ഏത് രൂപത്തിലും കാണാം. ഇപ്പൊ ഒരാൾ പറയുന്നു, ഞാൻ ആളെ പേര് ഇവിടെ പറയുന്നില്ല, മുത്തുനബിയെ കാണാൻ കഴിയൂല, മുത്തുനബിയെ കാണാൻ കഴിയൂല. കണ്ടാ എങ്ങനെ നബിയാന്ന് എങ്ങനെ മനസ്സിലാകാം? മൂപ്പർക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നബി ആണെങ്കിൽ ആദ്യം നബിനെ കാണുന്നപ്പോ സ്വഹാബികൾക്കേ കാണാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, അയിമ്മത്ത് പറഞ്ഞതിന്റെ കടകവൈരുദ്ധമാണ് ഈ പറഞ്ഞത്. മുത്തുനബിയെ കണ്ടിട്ടാണ് സഹീൽ ബുഖാരി രചിച്ചത്. ഇബ്നു ഹജർ തങ്ങൾ, അസ്ഖലാനി തങ്ങൾ അവിടെ ഹദീസാരി എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇമാം ബുഖാരി മുത്തുനബിയെ കണ്ടു. അതാ കണ്ടിട്ട് ആ മുത്തു റസൂലുള്ളാഹിക്ക് ഇങ്ങനെ വിശറി കൊണ്ട് വീതു കൊടുക്കുന്നത് കണ്ടു. അതിനെ സംബന്ധിച്ച് ചോദിച്ചു, എന്താ സംഭവം? അത് റസൂലുള്ളാഹിന്റെ സഹീഹായ ഹദീസുകളെ കൊണ്ട് നിങ്ങളൊരു ഗ്രന്ഥം എഴുതണമെന്നാണ് അതിന്റെ താല്പര്യം. അപ്പോഴാണ് എന്റെ മനസ്സിൽ ഈ കിതാബ് എഴുതാൻ ചിന്ത വന്നതെന്ന് ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു. അത് ഇമാം ഖസലാനി ഇർശാദ് സാരിയിലും പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് ബുഖാരി ശരീഫ് രചിക്കാൻ മുത്തുനബിയെ കണ്ടതാ കാരണം. ഇമാം ഷാഫി തങ്ങൾ കണ്ടതിന് ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം കണ്ടത് എങ്ങനെ ഇമാം ഉദ്ധരിക്കുക? ഇമാം ഷാഫി പറഞ്ഞു. അതന്നെ ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ നബിയെ കണ്ടു. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ കണ്ടു എന്ന് പറയുന്ന 100 ഇമാമിങ്ങളെ ചരിത്രത്തിൽ ഒരു കിതാബുണ്ട്. നബിയെ ഞാൻ കണ്ടു ഇങ്ങനെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നത് അത് വലിയ പുണ്യമാണ്. അത് നിഷേധിക്കുന്നവനക്ക് വലിയ നഷ്ടവുമാണ്. വെറുതെ പറയാണ് അല്ലാഹുവിന്റെ റസൂലിനെ കാണുക. എത്രത്തോളം ശറഹ് മുസ്ലിം എടുത്തു നോക്കിയാൽ കാണാം, മുത്തുനബിയെ ഭംഗിയില്ലാതെ കാണാൻ സാധ്യതയുണ്ട്. കറുത്ത കളറിൽ കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ നബി തന്നെയാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ രൂപമല്ല അത്. നോക്കുന്നവന്റെ ഹൃദയത്തിന്റെ കറുപ്പ്, ആ കറുപ്പ് കൊണ്ട് ആ കണ്ണാടിയിൽ കണ്ടപ്പോ കറുത്തു. അപ്പൊ നീ ഹൃദയം നന്നാക്കണം, നീക്ക് സൂചനയാണ്. ശറഹ് മുസ്ലിമിൽ അതാണ് വിലപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുക അത് വലിയ അനുഗ്രഹമാണ്. അത് കണ്ട ഉടനെ മനസ്സിൽ ഇത് നബിതങ്ങളാണെന്ന് പറഞ്ഞാൽ അത് പിശാചിനിക്ക് അത് പറയാൻ കഴിയില്ല. ഇതാണ് പിശാചിനിക്ക് കോലപ്പെടാൻ കഴിയില്ല എന്നതിന്റെ താല്പര്യം. മനസ്സിൽ അത് വരിക, ഇത് നബിയാണ്. അത് നബിയുടെ യഥാർത്ഥ രൂപമായി കൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.